الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. ബഹുമാന്യരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരെയും ആദ്യമായി ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. സത്യവിശ്വാസികളായ മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്തുകൾ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഇബാദത്തുകളെ അത്ര വലിയ പ്രാധാന്യത്തോടുകൂടി അതിൻ്റെ ശ്രേഷ്ഠതകൾ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഇബാദത്തുകളുടെ കൂട്ടത്തിൽ നമസ്കാരത്തെക്കുറിച്ച്, ആ നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണാർത്ഥത്തിൽ, അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ എങ്ങനെയൊക്കെ സ്വാധീനിക്കണം എന്നതിനെക്കുറിച്ച്, ആ നമസ്കാരം ശരിയായ നമസ്കാരമാകണമെങ്കിൽ വിശ്വാസപരമായി നമുക്കുണ്ടാകേണ്ട മാറ്റങ്ങളെക്കുറിച്ച്, ആ നമസ്കാരം കൊണ്ട് കിട്ടേണ്ടതായ ആന്തരികമായ കുറേ ചലനങ്ങളെക്കുറിച്ച്, നമ്മൾക്കുണ്ടാകേണ്ട സ്വാധീനങ്ങളെക്കുറിച്ച്, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം, നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓർമ്മകളിൽ എപ്പോഴും ഉണ്ടാകേണ്ടതാണ്. ഇന്നത്തെ ഈ ഒരു ഖുതുബയിൽ നമസ്കാരത്തിന്റെ ബാഹ്യമായ കുറെ ചലനങ്ങൾ, ആ ബാഹ്യമായ ചലനങ്ങളിൽ നമ്മൾ സ്വീകരിക്കുന്ന പലപ്പോഴും ഇപ്പോൾ ഒരു ഖതീബ് എന്നുള്ള നിലയ്ക്ക് ഈ പള്ളിയിലാവട്ടെ, ഇനി മറ്റേതെങ്കിലും ഒരു പള്ളിയിലാവട്ടെ, പല സന്ദർഭങ്ങളിലായിക്കൊണ്ട് നമസ്കരിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഉണർത്തണം എന്ന് തോന്നുന്ന കുറേ വിഷയങ്ങൾ, ആ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക എന്നുള്ള നിലക്കാണ് ഇന്ന് ഈ ഒരു ഖുതുബ മുമ്പിലേക്ക് വെക്കുന്നത്. നമസ്കാരവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന അർത്ഥത്തിലാണ് ആദ്യം കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചത്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൃത്യമായ അധ്യാപനത്തിൽ നമ്മൾ വായിക്കുന്നു, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. അത് സ്വഹീഹായ ഹദീസാണല്ലോ. ഞാൻ എപ്രകാരം നമസ്കരിക്കുന്നതാണോ നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ളത്, അതുപോലെ നിങ്ങൾ നമസ്കരിക്കണം എന്നുള്ളതാണ് ആ ഹദീസിന്റെ ആശയം. നമ്മൾ ഒരുപാട് കേട്ട് മനസ്സിലാക്കി പോന്നിട്ടുള്ള ഒരു ഹദീസാണ്. ഇവിടെ നമസ്കാരത്തിന്റെ ബാഹ്യമായ കുറെ ചലനങ്ങളിൽ
നമസ്കാരം നിർവഹിക്കുന്നിടത്ത് സംഭവിക്കുന്ന കുറെ വിഷയങ്ങളിൽ നമുക്ക് സംഭവിക്കുന്ന പിഴവുകൾ, ആ പിഴവുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സുപ്രധാനം എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ, അത് എന്തിനു പറയണം എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ പിന്നെ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ തോന്നുന്നു ഇതൊക്കെ എത്ര നിസ്സാരമായ വിഷയങ്ങളല്ലേ, അതൊക്കെ എത്ര ഇങ്ങനെ പറയേണ്ടതുണ്ടോ എന്നുള്ള ഒരു തോന്നലില്ലാതിരിക്കാൻ ആദ്യമേ പറയട്ടെ, അറഫ്തു ശർറ ലാ ലിശ്ശർരി ലാകിൻ ലിതുവഖീഹി വമൻ ലാ യഅരിഫു ശർറ മിനൽ ഖൈരി യഖഉ ഫീഹി എന്ന് പറയാറുണ്ട്. ഷർറിനെ ഞാൻ മനസ്സിലാക്കുന്നത് എന്തിനാണ്? പോരായ്മകളെ മനസ്സിലാക്കുന്നത് എന്തിനാണ്? അത് ഷർറിൽ അകപ്പെട്ടു പോകാനല്ല, മറിച്ചൊരു ജാഗ്രത പാലിക്കാനാണ്, ഒരു കരുതൽ ഉണ്ടാവാൻ വേണ്ടിയാണ്. കാരണം ഷർറ് എന്താണ്, അല്ലെങ്കിൽ പോരായ്മ എന്താണ്, തിന്മ എന്താണ് എന്ന് മനസ്സിലാകാതെ പോകുമ്പോൾ എന്താ സംഭവിക്കുക? ഖൈറും ഷർറും വേർതിരിച്ചറിയാതെ പോവുകയും ഖൈറിൽ നിന്ന് ഷർറിലേക്ക് അകപ്പെട്ടു പോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും എന്നതാണ്. അപ്പൊ അതുകൊണ്ട് ചെറുത് എന്ന് തോന്നുന്ന ചില വീഴ്ചകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, ഇതിന്റെ മഹത്വം എത്ര വലുതാണ് എന്നുള്ളത് ആദ്യമേ മനസ്സിലേക്ക് കൊണ്ടുവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തെക്കുറിച്ച് പൊതുവായി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം അധ്യാപനമാണ്. നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിആനത്ത് തേടാനുള്ള വല്ലാത്ത ഒരു സന്ദർഭമാണത്. വസ്തഈനു ബിസ്വബ്രി, നിങ്ങൾക്ക് അതിജീവനത്തിനുള്ള കരുത്ത് നിങ്ങൾ ആർജിച്ചുകൊണ്ട് അള്ളാഹുവോട് സഹായത്തിന് വേണ്ടി തേടുക എന്നതാണത്. ഈ ക്ഷമ എന്ന് പറയുന്നതിന് ഒരു വിശദീകരണമായിട്ടാണ് അതിജീവനത്തിന്റെ ആ ഒരു അർത്ഥകൽപ്പന നൽകിയിട്ടുള്ളത്. അപ്പൊ ക്ഷമയോടുകൂടി അല്ലെങ്കിൽ അതിജീവിക്കാൻ, പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇത് തരണം ചെയ്യാനുള്ള കരുത്തിനാണ് ശരിക്ക് ക്ഷമ എന്ന് പറയേണ്ടത്. ആ ഒരു ക്ഷമയോടുകൂടി നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥന നടത്തുക, അള്ളാഹുവോട് സഹായത്തിന് വേണ്ടി തേടുക. അതേപോലെ വസ്വല, നമസ്കാരം കൊണ്ടും അള്ളാഹുവോട് സഹായത്തെ തേടുക. അള്ളാഹുവെ സഹായിക്കണം, നിസ്കരിച്ചുകൊണ്ട് സഹായം ചോദിക്കുക. കാരണം അത് ഖാശിഉകൾക്കല്ലാത്ത, ഖുശൂഅ ഇല്ലാത്ത എല്ലാ ആളുകൾക്കും ഈ കാര്യങ്ങൾ വല്ലാത്ത ഭാരമായിരിക്കും എന്ന് അള്ളാഹു പറയുന്നു. വ ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, മനസ്സിൽ ഖുശൂഅ ഇല്ലാതെ ഈ കാര്യങ്ങൾ നിസ്കാരം ചെയ്യുമ്പോൾ അത് അവർക്ക് വലിയ ഭാരമായി തോന്നും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ഭാരമായി തോന്നാതിരിക്കണമെങ്കിൽ എന്ത് വേണമെന്ന? അല്ലദീന യളുന്നൂന അന്നഹും മുലാഖു റബ്ബിഹിം വ അന്നഹും ഇലൈഹി റാജിഊൻ. റബ്ബിനെ കണ്ടുമുട്ടേണ്ട ഒരു ദിവസത്തെക്കുറിച്ചുള്ള ഓർമ്മ നിസ്കരിക്കുന്ന സമയത്ത് ഉണ്ടാവുക. അതില്ലാത്ത ആളുകൾക്കൊക്കെ ആയിരിക്കും വലിയ ഭാരമാവുക. അപ്പൊ നിസ്കരിക്കുമ്പം ആ നമസ്കാരത്തിൽ നമ്മൾക്കുണ്ടാകേണ്ട ഒരു ഉൾബോധം, എന്റെ റബ്ബിനെ എനിക്ക് കണ്ടുമുട്ടണമല്ലോ എന്നുള്ള ആ നാളെയെക്കുറിച്ചുള്ള ചിന്തയിൽ നമസ്കാരം നിർവഹിക്കണം. അപ്പൊ റബ്ബിനെ കണ്ടുമുട്ടണം, അവനിലേക്ക് തിരിച്ചു പോകുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, അന്നഹും ഇലൈഹി റാജിഊൻ എന്നുള്ള പറഞ്ഞല്ലോ, അവനിലേക്ക് അവർ തിരിച്ചു ചെല്ലാനുണ്ട് എന്നുള്ള ആ ഒരു ഉൾബോധത്തോടു കൂടി നമസ്കാരം നിർവഹിക്കാൻ കഴിയുക. അതില്ലാത്തവർക്ക് നിസ്കാരം വലിയ ഭാരമാണ്. അങ്ങനെ നിസ്കാരം ഭാരമായി തോന്നുന്നിടത്ത് പല വീഴ്ചകളും നമുക്ക് പ്രശ്നമല്ലാതെയാവും, പല പോരായ്മകളും നമുക്കൊരു വിഷയമേ അല്ലാതെയാവും. പക്ഷെ ചിലപ്പോൾ അത് കൈ കെട്ടുന്ന വിഷയമാവാം, അല്ലെങ്കിൽ കൈ ഉയർത്തുന്ന വിഷയമാവാം, അത് നമസ്കാരത്തിൽ മറ സ്വീകരിക്കുന്ന വിഷയമാവാം. ഇങ്ങനെ പല വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ നമുക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ടതാണ് എന്ന് തോന്നണമെങ്കിൽ നമസ്കാരത്തിന്റെ ആ ഒരു ബാഹ്യമായ കാര്യങ്ങൾ പോലും തനിക്ക് ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. റബ്ബിന്റെ അടുക്കലേക്ക് ഇത് എത്തേണ്ടതുണ്ട്. അവനെ ഞാൻ കണ്ടുമുട്ടേണ്ട ഒരു കാലം, ഒരു സമയം വരാനുണ്ട്, അവനിലേക്ക് എനിക്ക് തിരിച്ചു പോകേണ്ടതുണ്ട് എന്നുള്ള ഒരു ഉൾബോധത്തോടു കൂടി നമുക്ക് ഓരോരുത്തർക്കും ആ ഇബാദത്തിനെ നിർവഹിക്കാൻ കഴിയണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. അതിലേറ്റവും പ്രാധാന്യപൂർവ്വം ആദ്യമായി സൂചിപ്പിക്കുന്നത്, പ്രഥമമായി സൂചിപ്പിക്കുന്നത് നമസ്കാരത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന വസ്ത്രവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. വസ്ത്രത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചത് സൂറത്തുൽ അറാഫിലെ 31-ാമത്തെ ആയത്തിൽ നമസ്കാരത്തിന്റെ കാര്യത്തിൽ പ്രത്യേകമായ വസ്ത്രധാരണത്തെക്കുറിച്ച് അല്ലാഹു അവിടെ പറയുന്നുണ്ട്. നമസ്കാരവുമായി ബന്ധപ്പെട്ട് തന്നെ സ്വീകരിക്കേണ്ട വസ്ത്രത്തെക്കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്. അവിടെ അല്ലാഹു പറയുന്നത് ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ് എന്നാണ്. നിങ്ങളുടെ അലങ്കാരത്തിന്റെ വസ്ത്രമായിരിക്കണം നമസ്കാര വേളകളിൽ നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് അവിടെ പറയുന്നു. ഇൻദ കുല്ലി മസ്ജിദ് എന്നുള്ളത് പള്ളിയിലേക്ക് പോകുമ്പോൾ,
പള്ളിയിലേക്കാകുമ്പോൾ, പള്ളിയിലേക്ക് വരുമ്പോൾ മസ്ജിദ് എന്ന വാക്കിന് സുജൂദ് ചെയ്യുന്ന ഇടം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമസ്കരിക്കുമ്പോൾ, നമസ്കാരത്തിന് വേണ്ടി പള്ളികളിലേക്ക് വരുമ്പോഴൊക്കെയും നമ്മൾ സ്വീകരിക്കേണ്ട വസ്ത്രത്തെക്കുറിച്ചാകുന്നു അള്ളാഹു പറഞ്ഞത്. അത് സീനത്തിന്റെ വസ്ത്രം ധരിക്കണം, അലങ്കാരത്തിന്റെ വസ്ത്രം. കണ്ടാൽ കുഴപ്പമില്ല, കണ്ടാൽ ആൾ അള്ളാഹുവിന്റെ മുൻപിൽ നിൽക്കാൻ യോഗ്യനാണ് എന്ന് പറയാവുന്ന ഒരു പേഴ്സണാലിറ്റിയെ കാണിക്കുന്ന വസ്ത്രമായിരിക്കണം അയാളുടേത്. ഇത് അള്ളാഹു പറയണം. പലപ്പോഴും ഈ രംഗത്ത് തന്നെയും നമുക്ക് നമസ്കാരത്തിന് വരുമ്പോ ആൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, നമസ്കരിക്കാൻ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെയും എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് ഈ ആയത്തിൽ പറഞ്ഞ ആ അർത്ഥത്തിൽ ആ നമസ്കാരത്തിന് വേണ്ടി നമ്മൾ സ്വീകരിക്കുന്ന വസ്ത്രധാരണം ശരിയാകുന്നുണ്ടോ? എങ്ങനെയെങ്കിലൊക്കെ വീട്ടിലാണ് എങ്കിൽ നമ്മൾ സാധാരണഗതി നല്ലൊരു വസ്ത്രമൊക്കെ എടുത്തിട്ടിട്ട് പുറത്തു പോയി വന്നിട്ടുണ്ടെങ്കിൽ അത് അഴിച്ചു വെച്ചിട്ട് ഒരു കൈരി തുണിയും ഒരു ലുങ്കി തുണിയും ഒരു ഉണ്ടെങ്കിൽ ഒരു ഒന്നുകിൽ ഒരു ബനിയൻ, അതല്ലെങ്കിൽ ഒരു തോൾമുണ്ട് ഒക്കെ എടുത്തിട്ടാണ് നിസ്കരിക്കുന്നത്. ഇത് നിസ്കരിക്കുന്ന ആളുകൾക്ക് പരിശുദ്ധ ഖുർആന്റെ ഈ ആയത്ത് വെച്ചുകൊണ്ട് പരിശോധിക്കണ്ടേ? നമസ്കാര വേളകളിൽ നിങ്ങളുടെ സീനത്ത് സ്വീകരിക്കണം, സീനത്തിന്റെ വസ്ത്രം സ്വീകരിക്കണം. കണ്ടാൽ ആ പേഴ്സണാലിറ്റിയെ കാണിക്കുന്ന, റബ്ബിന്റെ മുൻപിൽ പേഴ്സണാലിറ്റിയെ കാണിക്കുന്ന, ആ വ്യക്തിത്വത്തെ കാണിക്കുന്ന ഒരു വസ്ത്രധാരണത്തോടു കൂടിയായിരിക്കണം അത് ചെയ്യേണ്ടത് എന്ന് ഇവിടെ പഠിപ്പിക്കുന്നു. അത് സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ, സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ ആ ഒരു നമസ്കാരത്തിന്റെ സീനത്തുണ്ടല്ലോ, ആ സീനത്ത് കാണിക്കുന്നതായിരിക്കണം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നഗ്നതകളിൽ നിന്ന് ഒന്നും വെളിപ്പെടാതിരിക്കണം. ഇപ്പൊ ഈ നഗ്നതകൾ വെളിപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇപ്പൊ ഷോർട്ടായിട്ടുള്ള ഷർട്ട് ധരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു വലിയൊരു പ്രശ്നം എന്താ? റുക്കോയിലേക്ക് സുജൂദിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മളുടെ നഗ്നത വെളിപ്പെടുകയാണ്. നിസ്കരിക്കുന്ന ആൾ നഗ്നത വെളിപ്പെടുകയാണ്. പലപ്പോഴും ടീഷർട്ടൊക്കെ ധരിക്കുന്ന സമയത്ത്, നിസ്കരിക്കുന്ന സമയത്ത് ടീഷർട്ട് ധരിക്കുകയാണെങ്കിലൊക്കെ അധിക ആളുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കുറെ ആളുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു സംഗതിയാണ്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെയും നമ്മൾ ജാഗ്രത കാണിക്കണം. അതേപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഉടുത്തിട്ടുള്ള വസ്ത്രം ഏതാണോ അതുടുത്തിട്ട് പള്ളിയിലേക്ക് വരെ നിസ്കരിക്കാൻ നിൽക്കുക. വീട്ടിൽ ധരിക്കുന്ന വസ്ത്രമായിരിക്കും. അപ്പൊ ഉറങ്ങാൻ വേണ്ടിക്കൊണ്ട് രാത്രി കടന്നുറങ്ങിയിട്ടുണ്ട്, നമ്മൾ ഒതെടുത്തിട്ട് സുബൈക്ക് പള്ളിക്ക് വരുമ്പം ആ വസ്ത്രത്തിന് തിരിച്ചു അങ്ങോട്ട് പള്ളിയിലേക്ക് വരെ നിസ്കരിക്കാൻ വേണ്ടി വരാം. അതൊക്കെ ഈ ഒരു ആയത്തിന് നേരെ എതിരാകുന്ന സംഗതികളാകുന്നു. കാരണം ഉറക്ക വസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? വളരെ നിർമ്മലമായ, ലോലമായ, ഉറങ്ങാൻ സുഖത്തിനുള്ള വസ്ത്രം ധരിക്കുക. അത് ധരിച്ചുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി വരിക എന്നുള്ളതൊന്നും ഉണ്ടാകരുത് എന്നുള്ളതാണ്. അങ്ങനെ പോലെ ഒരുപാട് കാര്യങ്ങളാകുന്നു ഇതുമായി. അത് ഓരോന്നും ഇങ്ങനെ ഉദാഹരണം എണ്ണിപ്പെറുക്കി പറയേണ്ടതില്ലല്ലോ. നമുക്ക് ഈ വിഷയത്തിൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ചില ഉദാഹരണങ്ങൾ പറയുകയും ചെയ്തു. നമ്മൾ അക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ എന്ന് പറയുമ്പോൾ എന്നാ പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലൊക്കെ ഇപ്പൊ ഈ ആയത്തുണ്ടായിട്ട് അവര് ഒറ്റ വസ്ത്രത്തിൽ ധരിച്ചിട്ടില്ല, അവർക്ക് വലിയ വസ്ത്രമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. കാരണം പലപ്പോഴും നമ്മൾ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ ലാളിത്യത്തെക്കുറിച്ച്, ദാരിദ്ര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അക്കാലഘട്ടത്തിൽ അവർക്ക് ഇങ്ങനെ നിസ്കരിക്കാൻ, ഇങ്ങനെ ജീനത്തിന്റെ വസ്ത്രം നിസ്കരിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ എന്ന് നമ്മൾക്കൊരു വേള മറുവാദം ഉന്നയിക്കാം. ശരിയാണ്. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഒരാളുടെ നമസ്കാരത്തെക്കുറിച്ച്, ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ഒരാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് കടന്നു വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം അനിസ് സ്വലാത്തി, നമസ്കാരത്തെക്കുറിച്ചാണ്. ആ നമസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഫി സൗബിൽ വാഹിദ്, ഒറ്റ വസ്ത്രം ഉടുത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു മുണ്ടെടുത്തിട്ട് തുണി എടുത്തിട്ട് മാത്രം നിസ്കരിക്കാം. അതിനെക്കുറിച്ച് ചോദിച്ചു, അങ്ങനെ നിസ്കരിക്കാൻ പറ്റുമോ നബി എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ കുല്ലുക്കും യജിദു സൗബൈൻ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ രണ്ട് വസ്ത്രം ഉണ്ടോ? ഒരു മറുചോദ്യം ചോദിച്ച്, എല്ലാവർക്കും രണ്ട് വസ്ത്രം ഉണ്ടോ? ഇല്ലാത്തവരും ഉണ്ടാകൂലേ എന്ന് പറഞ്ഞ് എന്തേ മനസ്സിലാക്കേണ്ടതുള്ളൂ? ഒന്നേ ഉള്ളൂവെങ്കിൽ അതെടുത്താൽ മതി എന്ന ഒരു മെസ്സേജേ കിട്ടുന്നുള്ളൂ. അപ്പൊ ഒന്നേ ഉള്ളൂ എങ്കിൽ രണ്ട് വസ്ത്രം, അഥവാ ഒരു കുപ്പായം, ഒരു ഷർട്ട്, ഒരു തുണി ഉടുക്കുക. അല്ലെങ്കിൽ ഒന്നേ ഉള്ളൂ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ, അത് ചെയ്യാം. ഇവിടെ നോക്കൂ, അതിനൊരു കൃത്യമായ വിശദീകരണമാണ് പിന്നീട് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലേക്ക് കാണാൻ സാധിക്കുന്നത്. ഉമർ റളിയുടെ കാലഘട്ടമൊക്കെ ആയപ്പോ കുറച്ചൊക്കെ എല്ലാവർക്കും സക്കാത്തിൽ നിന്നൊക്കെ വിഹിതങ്ങൾ കിട്ടുകയും അവർക്ക് കുറച്ചൊക്കെ ഭക്ഷണത്തിലും വസ്ത്രത്തിലൊക്കെ വിശാലത നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ന് പറയുകയുണ്ടായി, ഇദാ വസ്സഅല്ലാഹു ഫഔസിഉ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഇതാ വിശാലത നൽകിയിരിക്കുന്നു. വസ്ത്രത്തിന്റെ കാര്യത്തിൽ കുറച്ചുകൂടിയൊക്കെ ആദ്യം ഒന്നേ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആദ്യം ഒരു തുണി ഉണ്ടായിരുന്നെങ്കിൽ രണ്ട് തുണിക്കുള്ള അവസ്ഥ തന്ന്
അല്ലെങ്കിൽ 2 കുപ്പായം ധരിക്കാനുള്ള അല്ലെങ്കിൽ 2 കുപ്പായം വാങ്ങാനുള്ള സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് വിശാലത എത്തി, ലാവിശാക്കാനുള്ള അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെയെങ്കിൽ നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ ആ വിശാലത കാണിക്കണം. അങ്ങനെ പഠിപ്പിച്ചു. അപ്പൊ എന്ന് പറഞ്ഞാൽ ആ ആയത്തിന്റെ പരിധി എന്ന് പറയുന്നത് നമുക്ക് അള്ളാഹുവിന്റെ മുൻപിൽ നിൽക്കാൻ സാധിക്കുന്ന രീതിയിൽ നമുക്ക് വസ്ത്രം ഉണ്ട് എങ്കിൽ ആ വസ്ത്രം ഉടുത്തുകൊണ്ട് തന്നെ, അങ്ങനെ നല്ല വസ്ത്രം ഉടുത്തുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ നമസ്കാരമാകുന്ന ഇബാദത്ത് ചെയ്യേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളുടെയും അതേപോലെ സ്വഹാബത്ത് ഈ പ്രവാചകന്റെ അടുക്കൽ നിന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ നിന്ന് മനസ്സിലാക്കിയ ആ ഗ്രാഹ്യത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ വിലയിരുത്താൻ സാധിക്കുന്നു. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, നാഫിഅ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭൃത്യൻ ഒരൊറ്റ മുണ്ടെടുത്തിട്ട് മാത്രം നിസ്കരിക്കുന്ന ഒരു സംഭവം നാഫിഅ കാണാണ്. നാഫിഅ എന്ന് പറയുന്ന ഈ ഒരു സ്വഹാബി കാണാണ്. ആ കാണുന്ന സമയത്ത് നാഫിഅ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രനാണ് നാഫിഅ. അങ്ങനെ അദ്ദേഹം കാണുന്ന സമയത്ത് അദ്ദേഹം നാഫിഅ ചോദിച്ചു, ഭൃത്യനോട് ചോദിച്ചു, താങ്കൾക്ക് ഇതല്ലാത്ത വേറൊരു ഉടുക്കാൻ വേറൊന്നുമില്ലേ? നമ്മൾ സാധാരണ കുട്ടിയോട് ചോദിക്കുന്ന ചോദ്യം, നിനക്ക് ഉടുക്കാൻ വേറൊന്നുമില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ നാഫിഅ റളിയല്ലാഹു അൻഹു പറയാണ്, അഫകുൻത തഖറുജു ഇല സൂഖി ഫീ സൗബിൻ വാഹിദ് എന്ന് ചോദിച്ചു. നീ അങ്ങാടിക്ക് പോവുകയാണെങ്കിൽ ഇങ്ങനെ പോകുമെന്ന് നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്. നീ അങ്ങാടിക്ക് പോകുകയാണെങ്കിൽ നിസ്കരിക്കാൻ വേണ്ടി ഉടുത്തതുപോലെ ഒരു മുണ്ട് മാത്രം ഉപ്പായ ഇടാതെ ഈ പോകുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ചോദിക്കേണ്ടത്. ആ ഭൃത്യം പറഞ്ഞില്ല, ഞാൻ പോകൂല, കാരണം എനിക്ക് 2 ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അടുത്ത് പോകും. ഫവല്ലാഹി, എങ്കിൽ അല്ലാഹുവാണേ സത്യം, അഹഖു അൻ യതജമ്മല ലഹു, ജമീലായി പോകാൻ, ജമീൽ സുന്ദരനാവുക, ഭംഗിയുള്ളവനാവുക, ആ ഭംഗിയുള്ള വസ്ത്രം ധരിച്ചു പോകാൻ ഏറ്റവും കടപ്പാട് പള്ളിയിലേക്കാണ്, അല്ലെങ്കിൽ നിസ്കരിക്കാനാണ്. ആലോചിച്ച് നോക്കൂ, നിസ്കരിക്കാനാണ്, അങ്ങാടിക്കല്ല. അങ്ങാടിയിലേക്ക് നീ നല്ലവനായി പോകുന്നു, അല്ലെങ്കിൽ നല്ലവൻ മീൻസ് നല്ല വസ്ത്രം ഉടുത്ത് പോകുന്നുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ നിനക്ക് ഹക്കുള്ളത് അള്ളാഹുവിന്റെ മുൻപിലേക്ക് നിസ്കരിക്കാൻ പോകുന്ന സമയത്താണ് എന്ന് പറയുകയുണ്ടായി. അപ്പൊ ഈ ഒരു വിഷയം, അതിന്റെ ഗൗരവം നമുക്ക് ഉൾക്കൊള്ളാൻ ഇത്രയും മതിയാവും. ഒരുപാട് നീട്ടിപ്പരത്തി പറയുന്നില്ല. ഇനി അടുത്തത്, നമ്മൾ വസ്ത്രം ഉടുക്കുമ്പം തന്നെ നിലത്തിഴയുന്ന വസ്ത്രത്തോടുകൂടി, നിലത്തിഴയുന്ന വസ്ത്രമാണ് നമ്മളുടെ സൗന്ദര്യത്തിന്റെ ഒരു ട്രെൻഡ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ഇസ്ലാമീയത്താണ് കാണേണ്ടത്, ഇസ്ലാമീയത്ത് കാണണം. അപ്പോ അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് അഹങ്കാരത്തോടു കൂടി എന്നുള്ള കുറെ പ്രയോഗങ്ങളൊക്കെ ഇതിലുണ്ട്. എന്തായിരുന്നാലും ഹദീസിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ വിലയിരുത്തണം. അത് വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഹദീസ്, ഒരാള് ഒരിക്കൽ പള്ളിയിലേക്ക് വുളൂഅൊക്കെ ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറയുന്നത് സ്വഹാബികളൊക്കെ കാണാണ്, ഇദ്ഹബ്, നീ പോ, ഫതവദ്ദ, നീ വുളൂ ചെയ്യ്. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? വുളൂ ചെയ്തു. റസൂലുള്ളാഹി പറഞ്ഞു. അദ്ദേഹം വീണ്ടും വുളൂ ചെയ്തു വന്നു. അയാൾ വിചാരിച്ച എന്റെ വുളൂ എന്തോ കുഴപ്പമുണ്ട് വിചാരിച്ചിട്ടാ പറഞ്ഞിരുന്ന. അങ്ങനെ അയാൾ പോയി വുളൂ എടുത്തു, വീണ്ടും വന്നു. ഫഖാല, അപ്പോഴും റസൂലുള്ളാഹി പറഞ്ഞു, ഇദ്ഹബ് ഫതവദ്ദ, നീ പോ, നീ ഒന്നും കൂടി വുളൂ എടുത്തിട്ട് വാ. ഇതിങ്ങനെ ഇദ്ദേഹത്തെ വുളു എടുപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടപ്പോ സ്വഹാബിമാരിൽ ഒരാൾ ചോദിച്ചു, അല്ലയോ നബിയെ, നിങ്ങൾ എന്തിനാണ് ഈ മനുഷ്യനോട് വീണ്ടും വുളു ചെയ്യിപ്പിച്ചത്? അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അയാള് വസ്ത്രം നിലത്തൂടെ വലിച്ചഴച്ചിട്ടാണ് അയാൾ വന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ വസ്ത്രം നിലത്തൂടെ വലിച്ചഴക്കുക എന്നുള്ളത് വുളു മുറിയുന്ന കാര്യമായിട്ടാണോ? അല്ല, വുളു മുറിയുന്ന കാര്യമായിട്ടല്ല, മറിച്ച് അതിനെക്കുറിച്ച് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്ന അതിന്റെ വിശദീകരണ ശറഹിൽ കാണാൻ സാധിക്കും, ഇന്ന ഇസ്ബാലുൽ ഇസാരി മഅസിയത്തുൻ, വസ്ത്രം നിലത്തൂടെ വലിച്ചഴക്കുക എന്ന് പറയുന്നത് മഅസിയത്താകുന്നു. മഅസിയത്ത് കുറ്റകരമായ കാര്യമാകുന്നു. മഅസിയത്ത് കുറ്റകരമായ കാര്യമാകുന്നു. വകുല്ലു മൻ വാഖഅ മഅസിയതൻ, ഒരാൾ കുറ്റകൃത്യങ്ങളിലേക്ക് അകപ്പെട്ട് കഴിഞ്ഞാൽ ഫഇന്നഹു യുഅ്മറു ബിൽ വുദൂഇ, അയാൾക്ക് ആ കുറ്റകൃത്യങ്ങളിൽ നിന്ന് തനിക്ക് രക്ഷപ്പെടണം എന്നുള്ള ആ ഒരു തോന്നലുണ്ടാക്കാൻ നല്ല കാര്യം വുദൂ ചെയ്യലാകുന്നു. വുദു ചെയ്താൽ കുറ്റകൃത്യങ്ങൾ മാഞ്ഞു പോകാത്തവരല്ല, മറിച്ച് അയാളുടെ മനസ്സ് താൻ ചെയ്ത ഈ കുറ്റത്തിൽ നിന്ന് തനിക്ക് ഒഴിവാകണം എന്ന് തോന്നിപ്പിക്കാൻ, അയാളെ ആത്മീയമായി സന്നദ്ധനാക്കാൻ പോകുന്ന ഒരു വല്ലാത്ത ആയുധമാകുന്നു വുദു എന്ന് പഠിപ്പിക്കപ്പെട്ടു. ഫഇന്നൽ വുദൂഅ യുത്ഫിഉ ഹരീഖൽ മഅസിയ, മഅസിയത്തിന്റെ ആ ഒരു ഹരീഖ്, അതിനെ കത്തിജ്വലിപ്പിക്കുന്ന ഒരു കുറ്റകൃത്യങ്ങളെ കത്തിപ്പിക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അതിനെ കെടുത്തിക്കളയാൻ വുദു കൊണ്ട് സാധിക്കുന്നു.
നോക്കൂ നിങ്ങൾ. അപ്പൊ നമ്മളുടെ മനസ്സുകൾ അടിഞ്ഞുകൂടുന്ന പലതിനെയും, പല ബോധങ്ങളെയും, പല ദുർബോധനങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാകുന്നു വുളു എന്ന് കൂട്ടത്തിലെ പാഠം. ഏതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാനസികാവസ്ഥയിലേക്ക്, താൻ വസ്ത്രം ധരിച്ചത് ഇസ്ബാലുൽ ഇസാറോട് കൂടിയാണ്, വസ്ത്രം നിലത്തൂടെ വലിച്ചിഴക്കുന്ന അവസ്ഥയിലാകുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കൂ, പാന്റൊക്കെ ധരിക്കുന്ന സമയത്ത് ഇപ്പത്തെ പാന്റിന്റെ മുൻപൊരു ഖുത്ബയിൽ പറഞ്ഞിട്ടുണ്ട് വേറൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ട്. എന്താ അവസ്ഥ ആലോചിച്ച് നോക്കൂ. നമ്മുടെ ചെറുപ്പക്കാരുടെ പാന്റ് ധരിക്കുന്നതിന്റെ അവസ്ഥ, അത് എത്ര നീണ്ടിട്ടും മതിയാവണില്ല. എന്നിട്ട് ഇങ്ങനെ ഒരു ദിവസം ഒരു പാന്റോ ജീൻസോ ധരിച്ചിട്ട് ഒന്ന് പുറത്തൂടെ പോയി വന്നിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ പാന്റിന്റെ അടിഭാഗമൊക്കെ പിന്നെ രണ്ടാമതൊന്നുകൂടി ധരിക്കാൻ പറ്റാത്ത വണ്ണം അഴുക്ക് നിറഞ്ഞതും, അല്ലെങ്കിൽ ആ അവസ്ഥയിൽ നോക്കാൻ പോലും പറ്റാത്ത വണ്ണം അഴുകിയ അവസ്ഥയിലാണുള്ളത്. ഇതൊരു വിഷയമല്ലാതെയായി മാറുന്നു. അത് നമസ്കാരത്തിന് സമയത്ത് 2 മടക്കണം മടക്കി വെച്ചാൽ മതി എന്നാണോ? അല്ലല്ലോ. നിസ്കാരത്തിന് സമയത്ത് അതീവ ഗൗരവമാകുന്നു. എന്നാൽ എല്ലായ്പ്പോഴും ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ആണ് അത് എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകണം. ഇത് അഹങ്കാരത്തിന്റെ അടയാളമായി, അത് ട്രെൻഡായി തോന്നുന്നുവെങ്കിൽ, അതാണ് സൗന്ദര്യം എന്ന് തോന്നുന്നുവെങ്കിൽ, ഇസ്ലാമിന്റെ സൗന്ദര്യം അതല്ല. പുരുഷൻ ഇസ്ലാമിന്റെ സൗന്ദര്യം അതല്ല എന്ന് അതിനർത്ഥം നമ്മളിങ്ങനെ മുട്ടിനു താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കട്ട് പോലെ ധരിക്കണം എന്നാണ്. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് അതിന്റെ ഒരു പരിധി പറഞ്ഞല്ലോ. എന്താ പരിധി? കഅബൈനി, ആ 2 എല്ലില്ലേ കാലിന്റെ, ആ കാലിന്റെ ആ എല്ലിന്റെ താഴേക്ക് വരുന്നത്, ആ 2 കഅബുകൾക്ക് താഴേക്ക് വരുന്നത് ഫിന്നാർ, നരകത്തിലാണ്. അപ്പൊ അത് അതിന്റെ ഒരു അന്ത്യപരിധിയാകുന്നു. അതിന്റെ അപ്പുറത്തേക്ക് അത് താഴ്ന്നു പോകാതിരിക്കാൻ നമ്മൾ ജാഗ്രത കാണിക്കണം. അത് എല്ലായ്പ്പോഴും കാണിക്കണം. നമസ്കാരത്തിലും കാണിക്കണം. നമസ്കാരത്തിൽ ഇതിങ്ങനെ ചെയ്യുന്ന ആളുകൾക്കൊരു ഉൾബോധവും ഒരു കുറ്റബോധവും ഉണ്ടാകണമെങ്കിൽ, താൻ ചെയ്യുന്നത് ഒരു കുറ്റമാണ് എന്ന് തോന്നണമെങ്കിൽ, ആ കുറ്റത്തെ അംഗീകരിക്കണമെങ്കിൽ, ഇങ്ങനെ ചെയ്യുന്നവർ തനിക്ക് റബ്ബിന് വേണ്ടി റസൂലുള്ളാഹി പഠിപ്പിച്ചതുപോലെ വുളു ചെയ്തിട്ട് തന്റെ മനസ്സിനെ പാകപ്പെടുത്തി കൊണ്ടുവന്ന് വസ്ത്രധാരണത്തിന്റെ രീതി ശരിയാക്കണം. ഇതൊക്കെ ഗൗരവപ്പെട്ട കാര്യങ്ങളാകുന്നു. ഇനിയും വേറെയും ചിലത് നമുക്ക് പറയാനും മനസ്സിലാക്കാനുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മനസ്സിലാക്കാനും അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളെ അർത്ഥപൂർണമാക്കാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി. നാഥ, നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾക്ക് അനുസരിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ഈ വസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ തോള് മറക്കാതെ നിസ്കരിക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഉണർത്തിയിട്ടുള്ള ഒരു കാര്യമാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ബനിയന് പോലെ ഒരു സംഗതി, അത് ഇങ്ങനെ തോള് ശരിക്കും മറയില്ലല്ലോ. ബനിയൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ, എവിടെ നിൽക്കുക എന്നുള്ളത്. അപ്പൊ തോള് മറിയും. ബനിയൻ എടുത്തിട്ട് ഒരു മുണ്ട് എടുത്തിട്ടുണ്ട്, തുണി എടുത്തിട്ടുണ്ട്, ആ തുണി എടുത്തിട്ട് വെള്ളത്തുണി എടുത്തിട്ടുണ്ട്, അതോടൊപ്പം ഒരു ബനിയനും ധരിച്ച് നിസ്കരിക്കാൻ പറ്റും. നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്, നിസ്കരിക്കാൻ പറ്റും. അതിന് ടീഷർട്ട് ആണെങ്കിൽ തന്നെ കോളർ ഇല്ലാത്ത വണ്ണമുള്ള ടീഷർട്ട്, അതൊക്കെ അതിൽ പെടുമല്ലോ. അങ്ങനത്തെ സംഗതികൾ എടുത്ത് നിസ്കരിക്കാൻ പറ്റും. അപ്പൊ ഇത് ചെറിയ വിഷയമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ ഹദീസുകളിൽ പഠിപ്പിച്ചത് വെച്ചുകൊണ്ട് ആലോചിക്കണം. പ്രവാചകൻ പറയുകയും സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ലാ യുസല്ലിയന്ന അഹദുക്കും ഫി ഥൗബിൽ വാഹിദ് ലൈസ അലാ ആതിഖിഹി ഷൈഉൻ മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ വസ്ത്രങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇതിനൊക്കെ പറഞ്ഞൊരു മസല എന്താണെന്നറിയോ? ഒരു നൂലെങ്കിലും, പണ്ടൊക്കെയുള്ളവരൊക്കെ പറയുന്നുണ്ട്, ഒരു നൂലെങ്കിലും, വസ്ത്രം ഇല്ലാത്ത സമയത്താണ് പറഞ്ഞത്. നമുക്കിപ്പോ നൂലെങ്കിലും വെച്ചിട്ട് എന്നാ പിന്നെ ഒരു നൂലിട്ടിട്ട് നിസ്കരിക്കാം എന്നുള്ള നിലക്കല്ല, ഇല്ലാത്ത സാധ്യത നൂലെങ്കിലും എന്നുള്ള നിലക്ക് കൂടി ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. നൂല് മതിയാകും എന്നല്ല പറയുന്നത്, ഇല്ലെങ്കിൽ നൂലെങ്കിലും. എന്താ ഹദീസിന്റെ അർത്ഥം? ലാ യുസല്ലിയന്ന അഹദുക്കും ഫി ഥൗബിൽ വാഹിദ്, ഒരൊറ്റ വസ്ത്രം ഉടുത്ത്, തുണി മാത്രം ഉടുത്തിട്ട് ഒരാളെ നിസ്കരിക്കരുത്. ലൈസ അലാ ആതിഖിഹി ഷൈഉൻ, തോളിൽ ഒന്നുമില്ലാതെ.
നമുക്ക് തോളില് ഇടാൻ മാത്രം മുണ്ട് മാത്രമൊന്നുമല്ല പെരയിലുള്ളത്, വീട്ടിലുള്ളത്. അല്ലാത്ത തന്നെ സുന്ദരമായി ധരിക്കാവുന്ന വസ്ത്രങ്ങൾ ഉണ്ടായിട്ടും നമസ്കാരത്തിന് ഇത്ര മതി എന്ന് ചിന്തിക്കുന്നവരാകരുത്. അതാണ് ഈ ഹദീത്തിൽ നിന്നൊക്കെ നമ്മൾ ഓർക്കേണ്ടത്. ഇനി ഇതേപോലെ തന്നെ മറ്റൊന്ന്, ഓരോന്നിങ്ങനെ പറയും നമ്മൾ ഓർത്തു വെക്കുക. മറ്റൊന്ന്, നിസ്കരിക്കുന്ന സമയത്ത് ചിത്രങ്ങളൊക്കെ ഉള്ള വസ്ത്രം. അതിപ്പോ ഒരാളിങ്ങനെ മുന്നിൽ നിൽക്കുന്ന ആളുകളതൊന്നുമില്ല, കുഴപ്പമൊന്നുങ്ങളൊന്നും ഉണ്ടെങ്കിൽ ഇതിന്റെ ബാക്കിൽ നിൽക്കുന്ന ആളുകളുടെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ പിന്നെ മുന്നിൽ നിൽക്കുന്ന കുറച്ച് ആളുകൾ ടീഷർട്ട്, ഇപ്പൊ ഫുട്ബോളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇങ്ങനെ ഉണ്ടാകുമല്ലോ, പിന്നെ പലരുടെയും ചിത്രങ്ങളുള്ളത്, ചില മൃഗങ്ങളുടെ ചിത്രങ്ങളുള്ളത്, ഇതൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ പിന്നിൽ ഇങ്ങനെ കാണുക. എന്നിട്ട് ബാക്കിൽ നിന്ന് നിസ്കരിക്കണ ആ ആളുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ആലോചിക്കുക. ഇയാളുടെ ശ്രദ്ധ മുഴുവൻ ഇത് ചിത്രം വരക്കലായിരിക്കും. ആലോചിച്ച് നോക്കൂ. നമ്മുടെയൊക്കെ തന്നെ അവസ്ഥകളായിക്കൊണ്ട് ആ മുന്നിൽ കാണുന്ന എഴുത്തും മുന്നിൽ കാണുന്ന ചിത്രങ്ങളും ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിത്രം വരയ്ക്കുന്ന അവസ്ഥയിലേക്ക് ശ്രദ്ധ മാറിപ്പോകാൻ വലിയ കാരണവും നിമിത്തവുമായി മാറുന്നു. ഇനി നിമിത്തമായിട്ട് മാറുന്നില്ല എന്ന് വെച്ചോളൂ, ഇന്നാ പറ്റൂ ഇല്ല. ചിത്രങ്ങളുള്ള നമസ്കാര സ്ഥലങ്ങൾ, പായകളാവട്ടെ മറ്റു മുസല്ലകളാവട്ടെ, അതിനെ നീക്കം ചെയ്യാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ നമ്മൾ മുൻപും കേട്ടിട്ടുണ്ട്. അടയാളങ്ങൾ കാണുകയാണ്, ചിത്രപ്പണികൾ കാണുകയാണ്. അങ്ങനെയുള്ള മുസല്ലയിലാണ് നമസ്കരിക്കുന്നത്, അത് മാറ്റാൻ വേണ്ടി പഠിപ്പിച്ചത്. ആ അർത്ഥത്തിൽ തന്നെയാണ് അങ്ങനെയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നമസ്കരിക്കുന്നതിന്റെ നമസ്കാരത്തിന്റെ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ, അത് വസ്ത്രമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. തുടർന്ന് പറയേണ്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു ഖുതുബയിൽ കഴിയുമെങ്കിൽ അടുത്ത ആഴ്ചയിലെ ഖുതുബയിൽ തുടർച്ചയായിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ ഉൾക്കൊള്ളാനും ദീനിനെ ഉൾക്കൊണ്ടുകൊണ്ട് തെളിവുകളുടെ കൂടെ നിൽക്കാനും പ്രമാണങ്ങളായിരിക്കണം നമുക്ക് ഏറ്റവും പ്രധാനം. ആ പ്രമാണങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ, അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, ബോധ്യപ്പെടും വരെ നമ്മൾ അന്വേഷിക്കുക ഏതൊരു വിഷയമാണെങ്കിലും. ഇപ്പൊ പലപ്പോഴും കാണുന്ന വുളുവായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇത് കേൾക്കുമ്പോൾ എന്നാ പിന്നെ ഞങ്ങട്ടില്ല എന്ന് പറയരുത്. മറിച്ച് പലപ്പോഴും ചിലപ്പോഴും കാണുന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു 3 തോണ്ടിൽ തോണ്ടിക്കൊണ്ട് വുളു എടുക്കുന്ന ആളുകളെ കാണാറുണ്ട്. ശരിയാവൂലല്ലോ, വുളു ശരിയാവൂലല്ലോ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തല മുഴുവനും തടവിയിട്ട കാണിച്ചത്. അത് സ്വഹീഹായ ഹദീസിൽ ഉണ്ടത്. മസഹ റഅസഹു മസ്ഹതൻ വാഹിദതൻ എന്ന് പറഞ്ഞു ഒറ്റത്തവണ തടവി എന്നും, എന്നിട്ട് മബ്ദ ഇവിടെ തുടങ്ങിയിട്ട് ഇവിടം വരെ കൊണ്ടുപോയി എന്നും അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നൊക്കെ ഹദീസിലുള്ളതാണ്. ആ ഹദീസ് അല്ലേ സ്വീകരിക്കേണ്ടത്, ആ പ്രമാണത്തെ. ഇങ്ങനെയുള്ള പ്രമാണങ്ങൾ നമുക്ക് ബോധ്യം വരും വരെ നമ്മൾ പഠിക്കുക, അന്വേഷിക്കുക, ചോദിക്കുക. ഇതാണോ പ്രമാണം, അതല്ല ഇങ്ങനെ തോണ്ടലാണോ പ്രമാണം ചോദിക്കുക. എന്നിട്ട് ചോദിച്ചിട്ട് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുക. പ്രമാണത്തിൽ നിന്ന് ബോധ്യം ഉൾക്കൊള്ളുക, അതായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത്. അത് കൂടി നമ്മളുടെ ഓർമ്മയിൽ ഉണ്ടാവട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏത് ചെറിയ വിഷയമായി തോന്നുന്നുവെങ്കിൽ അല്ലെന്ന ഒരു ബോധ്യത്തിന് വേണ്ടിയാണ് ആദ്യം ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത്. എന്തായിരുന്നാലും കാര്യങ്ങളെ നേരാവണ്ണം മനസ്സിലാക്കി നേരെ ഉൾക്കൊണ്ടുകൊണ്ട് ചെറുതും വലുതുമായ കാര്യങ്ങളിൽ ഇബാദത്തുകളെ ജാഗ്രതയായി നിർവഹിക്കാനുള്ള തൗഫീഖിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹുവേ, നീ സഹായിക്കണമേ റഹ്മാനെ. നല്ല രീതിയിൽ നിന്നെ കണ്ടുമുട്ടണം എന്നുള്ള ആ ഒരു ബോധത്തോടുകൂടി, നിന്നിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ചിന്തയോടുകൂടി ഇബാദത്തുകളെ, നമസ്കാരങ്ങളെ നല്ല വൃത്തിയോടുകൂടി നീ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിർവഹിക്കാനുള്ള തൗഫീഖും ഈമാനും തഖ്വാബോധവും ഇഖ്ലാസും ഞങ്ങൾക്കെല്ലാവർക്കും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളിൽ സംഭവിച്ചു പോകുന്ന, ഈ രംഗത്തൊക്കെ സംഭവിച്ചു പോകുന്ന എല്ലാ വീഴ്ചകളും പോരായ്മകളും ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഇണകളിൽ, ഞങ്ങളുടെ മക്കളിൽ ഞങ്ങൾക്ക് നീ കൺകുളിർമയും സന്തോഷങ്ങളും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും ഓർത്തുകൊണ്ട്, അതിൽ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഞങ്ങൾക്ക് മുൻപേ വേർപെട്ടു പോയ, മരണപ്പെട്ടു പോയവരാണ് അവർ. അവരെ ഓർത്തുകൊണ്ട് നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥ, അവരുടെ ഖബർ ജീവിതം നീ പ്രകാശപൂരിതമാക്കി കൊടുക്കണമേ റഹ്മാനെ. ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനായ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് രോഗശമനം നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞവരായ എല്ലാ ആളുകളുടെയും നല്ലതായ എല്ലാ ഉദ്ദേശങ്ങളും നീ സഫലമാക്കി കൊടുക്കുകയും അവരുടെ പ്രയാസങ്ങൾക്ക് നീ പരിഹാരം കണ്ടെത്തി കൊടുക്കുകയും ചെയ്യണമേ റഹ്മാനെ.
അള്ളാഹുവെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, കടങ്ങളെ കൊണ്ട് കുടുങ്ങിയിട്ടുള്ള, രോഗങ്ങളെ കൊണ്ട് കുടുങ്ങിയിട്ടുള്ള എല്ലാ ആളുകൾക്കും രോഗശമനം നൽകുകയും കടബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തൗഫീഖ് നൽകുകയും ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. സഹോദരങ്ങളെ, മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മഴയ്ക്ക് അത്രമേൽ നമുക്ക്, നമ്മുടെ ഭൂമിക്ക്, നമുക്ക് എല്ലാവർക്കും ആവശ്യമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅൻ യാ റഹ്മാൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.